നമസ്കാരം. തൻ്റെ 25ാമത്തെ ബർത്ത്ഡേക്ക് അഥവാ 24 വയസ്സ് തികയുന്ന ദിവസം സുന്ദരിയായ അന്ന മേരി എന്ന ഭാര്യ ഉണ്ടാക്കി കൊടുത്തയച്ച സുന്ദരമായ ബർത്ത്ഡേ കേക്ക് കഴിക്കാനാവാതെ ബില്ലി ലൂൺ എന്ന റേഡിയോ ഓപ്പറേറ്റർ അതിദാരുണമായി കൊല്ലപ്പെട്ടു. 1942 ഫെബ്രുവരി 15 ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് അദ്ദേഹം കേക്കിനടുത്തായി ഒരു കാൻഡിൽ കത്തിച്ചു വെച്ചു. ലഞ്ചിന് മുമ്പായി എല്ലാവർക്കും ഷെയർ ചെയ്ത് ആ കേക്ക് മുറിക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സീറ്റിൽ പോയിരുന്നു. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. ആ കാൻഡിലിലെ ലൈറ്റിനെല്ലാം നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള ഒരു മഞ്ഞ വെളിച്ചം പെട്ടെന്ന് അദ്ദേഹം കാണുന്നു. അത് കണ്ടതേ ഓർമ്മയുള്ളൂ, തലയ്ക്ക് പുറകിൽ ശക്തമായ ഒരു ആഘാതം. വാസ്തവത്തിൽ സംഭവിച്ചത് ഒരു ജാപ്പനീസ് മെഷീൻ ഗൺ ബുള്ളറ്റ് അദ്ദേഹത്തിന്റെ തലയ്ക്ക് പുറകിലേക്ക് തുളച്ചു കയറി. ബ്രെയിനിന്റെ കാഴ്ച നിയന്ത്രിക്കുന്ന ഭാഗം തകർന്നു, അദ്ദേഹത്തിന് കാഴ്ചശക്തി നഷ്ടപ്പെട്ടു. പക്ഷെ അടുത്ത നിമിഷം അദ്ദേഹം കർമ്മനിരതനാവുകയാണ് ചെയ്തത്. ആ റേഡിയോ സെറ്റിന്റെ SOS കീയിലേക്ക് അദ്ദേഹത്തിന്റെ വലത്തേക്ക് നീക്കി. അതായത് അന്നത്തെ കാലത്ത് SOSന് പഴയ മോഴ്സ് കോഡാണ് ഉപയോഗിച്ചിരുന്നത്. അല്ലാതെ ഒരു വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആൾക്കാർ ഇംഗ്ലീഷ് അറിയുന്നവരായിരിക്കണം എന്നില്ല. വളരെ എക്സ്പെർട്ടായിരുന്ന അദ്ദേഹത്തിന് കണ്ണടച്ചും ആ കീ ഓപ്പറേറ്റ് ചെയ്യാനുള്ളൊരു കഴിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കാഴ്ചയില്ലെങ്കിലും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ SOS സിഗ്നൽ പാസ് ചെയ്തു. SOS എനിമീസ് എയർ അറ്റാക്ക് 0.45 ഡിഗ്രി നോർത്ത് 104.24 ഈസ്റ്റ്. അങ്ങനെ ലൊക്കേഷൻ അടക്കമുള്ള ഒരു SOS മെസ്സേജ് അദ്ദേഹം 2 തവണ ടൈപ്പ് ചെയ്തു. 3ാമത്തെ തവണ അയക്കാൻ തുടങ്ങുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ വലത് കൈ തളർന്നു. അദ്ദേഹം ആ റേഡിയോ ടേബിളിലേക്ക് തല വെച്ച് വീണു. ചെവിയിൽ അതിശക്തമായ ഒരു ഇരമ്പൽ. വാസ്തവത്തിൽ അത് ഇരമ്പലായിരുന്നില്ല, രക്തക്കൊഴലുകൾ പൊട്ടി അദ്ദേഹത്തിന്റെ വലത്തെ ചെവിയിലേക്ക് രക്തം എരിച്ചു കയറുന്നതായിരുന്നു ആ ഇരമ്പൽ പോലെ അദ്ദേഹത്തിന് തോന്നുന്നത്. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹം പെട്ടെന്ന് വൈഫിന്റെ രൂപം മനസ്സിലാലോചിച്ചു, ഒപ്പം അവളുണ്ടാക്കിയ ആ കേക്കിന്റെ രൂപവും. പക്ഷേ ആ കേക്ക് കഴിക്കാനുള്ള യോഗമില്ലാതെ അദ്ദേഹം ആ ഇരിപ്പിൽ അന്ത്യശ്വാസം വലിച്ചു. സൗത്ത് ചൈന സീയിലൂടെ അതിവേഗം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ബിറോമ എന്ന ഓയിൽ ടാങ്കർ ഷിപ്പ്. ആ പേര് വാസ്തവത്തിൽ ഒരു സ്പാനിഷ് ടൈമാണ്. സ്പാനിഷ് രീതിയിൽ അതിൻ്റെ ഉച്ചാരണം ബിറോമ എന്നാണ്. പക്ഷേ ഈ രീതിയിലല്ല ആ ടാങ്കർ ഷിപ്പ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ചില രൂപമാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ആ യാത്ര. അതിൻ്റെ പെയിന്റ് മാറ്റിയിരിക്കുന്നു, പേര് റെസിസ്റ്റൻസിയ എന്നാക്കിയിരിക്കുന്നു. ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ജാപ്പനീസ് അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ ഒഴിവാക്കുക. അതിന് തന്നെയാണ് ആ ടാങ്കർ അതിവേഗത്തിൽ നീങ്ങുന്നതും. അതിൻ്റെ എഞ്ചിൻ്റെ പവറിൻ്റെ മാക്സിമം സ്പീഡിൽ നീങ്ങുകയാണ്. ഉദ്ദേശം എത്രയും പെട്ടെന്ന് കാരിമാറ്റ സ്ട്രൈറ്റിലെത്തുക എന്നുള്ളതാണ്. ഈ കാരിമാറ്റ സ്ട്രൈറ്റ് അഥവാ കടലെടുക്ക് എന്ന് പറയുന്നത് ഇന്തോനേഷ്യയുടെ കൺട്രോളിലുള്ള ഒരു സ്ഥലമാണ്. തൽക്കാലം അവിടെ എത്തിക്കഴിഞ്ഞാൽ ജാപ്പനീസ് അറ്റാക്ക് പേടിക്കേണ്ട. പക്ഷേ അത് അധികകാലം അങ്ങനെ ഉണ്ടായില്ല. മാർച്ചിൽ ഇന്തോനേഷ്യയും ജപ്പാൻ പിടിച്ചെടുത്തു. അതുവരെ ഇന്തോനേഷ്യ ഡച്ച് ഭരണത്തിന് കീഴിലായിരുന്നു. അന്ന് അതറിയപ്പെട്ടിരുന്നത് തന്നെ ഡച്ച് ഈസ്റ്റ് ഇൻഡീസ് എന്ന പേരിലായിരുന്നു. ആ ടാങ്കർ ഷിപ്പിൻ്റെ വീൽ ഹൗസിൻ്റെ, അതായത് അതിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇരിക്കുന്ന ഭാഗം, തൊട്ടടുത്തായിട്ടുള്ള സീറ്റിലിരുന്നിരുന്ന ക്യാപ്റ്റൻ ഫൈൻഹോൺ പെട്ടെന്ന് എഴുന്നേൽക്കുന്നു. അതിൻ്റെ ബാരോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്ത ശേഷം വീണ്ടും അദ്ദേഹത്തിൻ്റെ സീറ്റിൽ വന്നിരുന്നു. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആ ടാങ്കറിൻ്റെ ചീഫ് ഓഫീസർ ജോൺ നിക്കോൾസൺ എന്ന വ്യക്തി അവിടെ കയറി വന്നു. അദ്ദേഹവും ആ ബാരോമീറ്റർ ഒന്ന് ചെക്ക് ചെയ്തു. ക്യാപ്റ്റൻ ഫൈൻഹോൺ ചോദിച്ചു, എന്ത് തോന്നുന്നു ജോണി? ശക്തമായ കാറ്റും മഴയും ഉച്ചയോടെ ഉണ്ടാവും എന്ന് മനസ്സിലാവുന്നു സർ. ക്യാപ്റ്റൻ ഒന്ന് ചിരിച്ചു, എന്നിട്ട് പറഞ്ഞു, താൻ എപ്പോഴും അങ്ങനെ എല്ലാം ഇത്തിരി കുറച്ചേ പറയുള്ളൂ, ബാക്കിയുള്ളവരെ പേടിപ്പിക്കേണ്ടെന്ന് വെച്ച്. ശക്തമായ മഴ എന്നല്ല, അതിഭീകരമായ മഴയാണ് വരാൻ പോകുന്നത്. അരമണിക്കൂർ കൊണ്ട് ഇത്രയും പ്രഷർ ചേഞ്ച് വന്നാൽ സംഭവിക്കാൻ പോകുന്നത് അതിഭീകരമായ മഴ. അതുകൂടാതെ ശക്തമായ കാറ്റെന്നല്ല, കൊടുങ്കാറ്റ് എന്നാണ് അതിൻ്റെ പേര്. നിക്കോൾസൺ ഒന്ന് ചിരിച്ചു. ഏതായാലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ സാർ, വരട്ടെ. ഇന്നലെ രാത്രിയോ ഇന്ന് വെളുപ്പിനോ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടാവുമോ? അവരുദ്ദേശിക്കുന്നത് ജാപ്പനീസ് നേവി ഷിപ്പുകളോ അതല്ലെങ്കിൽ എയർഫോഴ്സ് പ്ലെയിനുകളോ ആണ്. സാധ്യതയില്ല സാർ. കാരണം രാത്രി ആ സമയത്ത് കലാങ്ക് റിവറിലൂടെ ഇത്രയും വലിയൊരു ടാങ്കർ ലൈറ്റ് ഇല്ലാതെ ആരെങ്കിലും കൊണ്ടുപോകുമെന്ന് വിചാരിക്കാൻ മാത്രമുള്ള ബുദ്ധിമോശം അവർക്കുണ്ടാവില്ല. ക്യാപ്റ്റൻ ആ സമയത്ത് പറഞ്ഞു, അതിപ്പോൾ തൻ്റെ മാത്രം ക്രെഡിറ്റാണ്, തൻ്റെ മാത്രം കഴിവുകൊണ്ടാണ് ഈ ഷിപ്പ് അങ്ങനെ കൊണ്ടുവരാൻ പറ്റിയത്. എല്ലാം കേട്ടുകൊണ്ട് തന്നെ അവിടെ 2 പേരുണ്ട്. ഒന്ന് ക്വാർട്ടർ മാസ്റ്റർ അഥവാ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന ഇവാൻസ്, മറ്റൊന്ന് ഷിപ്പിൻ്റെ 4th ഓഫീസർ വാനിയർ. പെട്ടെന്ന് ഡെക്ക് ഫോൺ ശബ്ദിച്ചു. വാനിയർ ആ ഫോൺ എടുത്തു, ഒന്ന് സംസാരിച്ച ശേഷം അദ്ദേഹം തിരിഞ്ഞ് ക്യാപ്റ്റനോട് പറഞ്ഞു, സാർ അനദർ ഡിസ്ട്രസ് സിഗ്നൽ. നിക്കോൾസൺ ചോദിച്ചു, എവിടെ നിന്നാണ്? ചോദിച്ചില്ല.
നിക്കോൾസൺ പെട്ടെന്ന് നിന്ന് ആ ഫോൺ എടുത്ത് റേഡിയോ റൂമിലേക്ക് ഡയൽ ചെയ്തു. ആ സമയത്ത് ക്യാപ്റ്റൻ വാനിയറെ അടുത്തേക്ക് വിളിച്ചു. അടുത്തെത്തിയ വാനിയറോട് ക്യാപ്റ്റൻ ചോദിച്ചു, തൻ്റെ പോസ്റ്റ് എന്താ? 4th ഓഫീസർ. ആൻഡ് മിസ്റ്റർ നിക്കോൾസൺ ചീഫ് ഓഫീസർ. അതുകൊണ്ട് വല്ലപ്പോഴും അദ്ദേഹത്തെ ഒന്ന് സാറെന്നൊക്കെ വിളിക്കാം, ദോഷമൊന്നും വരില്ല. അല്ല സാർ, ഞാൻ ക്ഷീണം, ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഇന്നലെ രാത്രി ഇവിടെ ആരാ ഉറങ്ങിയിട്ടുള്ളത്? ആരും ഉറങ്ങിയിട്ടില്ല, എല്ലാവരും ടയേർഡാണ്. അതിരിക്കട്ടെ, താൻ എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ചോദിക്കാത്തത്? അത് സാർ, ഇതിനു മുമ്പ് വന്ന 3 ഡിസ്ട്രസ് സിഗ്നലും സാറ് പരിഗണിച്ചില്ല, അതുകൊണ്ടാണ്. ക്യാപ്റ്റൻ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മിസ്റ്റർ വാനിയർ, സാഹചര്യങ്ങൾ മനസ്സിലാക്കണം. 12,000 ടൺ ഓയിലും കൊണ്ടുപോകുന്ന ഒരു ഷിപ്പാണിത്. അത് ഒരു 1-2 അപകടത്തിൽപ്പെട്ട ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ദിശ മാറി പോകുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതേസമയം കൂടുതൽ ആൾക്കാർ, ചിലപ്പോൾ അത് ഇംഗ്ലീഷ് മിലിറ്ററി ട്രൂപ്പുകൾ വല്ലതായിരിക്കാം, അതല്ലെങ്കിൽ കൂടുതൽ യാത്രക്കാരുള്ള ഒരു കപ്പലായിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദിശ മാറ്റേണ്ടി വരും. അതിനാണ് ഡീറ്റെയിൽസ് അന്വേഷിക്കണം എന്ന് പറയുന്നത്. നിക്കോൾസൺ ആ ഫോൺ വെച്ചതിന് ശേഷം പറഞ്ഞു, ഒരു കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. 0.45 ഡിഗ്രി നോർത്ത്, 104.24 ഈസ്റ്റ്. ലൊക്കേഷൻ അനുസരിച്ച് റിയോ ചാനലാണ് സാർ. റിയോ ചാനൽ വാസ്തവത്തിൽ അവർ കടന്നു വന്ന കടൽ മാർഗം തന്നെയാണ്. റേഡിയോ ഓപ്പറേറ്റർ വാൾട്ടേഴ്സ് പറയുന്നത് സിഗ്നൽ 2 തവണ വളരെ ക്ലിയർ ആയിട്ട് വന്നു, അതിനുശേഷം വളരെ അവ്യക്തമായിരുന്നു. വാൾട്ടറുടെ ഒരു ഊഹം അനുസരിച്ച് ആ റേഡിയോ ഓപ്പറേറ്റർക്ക് ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വലത്തേക്ക് റേഡിയോ കീഴിൽ തന്നെ പ്രസ് ആയിട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ലാസ്റ്റ് സിഗ്നൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കുന്നു. അതൊരു മർച്ചന്റ് ഷിപ്പാണ്. പേര് കെറി ടാങ്ക് എന്നാണ് വാൾട്ടർക്ക് മനസ്സിലായത്. അങ്ങനെ ഒരു ഷിപ്പിനെ കുറിച്ച് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ലല്ലോ. ഞാനും കേട്ടിട്ടില്ല. അത് വാൾട്ടർ ഊഹിച്ച പോലെ ചിലപ്പോൾ ഈ റേഡിയോ ഓപ്പറേറ്റർക്ക് പരിക്ക് പറ്റിയതുകൊണ്ട് വന്ന ഒരു അവ്യക്തതയായിരിക്കാം. അദ്ദേഹം പെട്ടെന്ന് വാനിയറെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ ഷിപ്പ് രജിസ്റ്റർ എടുത്ത് കെയിൽ തുടങ്ങുന്ന ഷിപ്പുകളുടെ പേരൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേ. വാനിയർ രജിസ്റ്റർ എടുത്ത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നിക്കോൾസൺ തുടർന്നു, ആ എനിക്കൊരു കാര്യം ഓർമ്മ വന്നു, കെറി ഡാൻസർ എന്നുള്ള പേരൊന്ന് ചെക്ക് ചെയ്തേ. ക്യാപ്റ്റനെ നോക്കിക്കൊണ്ട് നിക്കോൾസൺ പറഞ്ഞു, മോഴ്സ് കോഡ് ടൈപ്പ് ചെയ്യുമ്പോൾ പരിക്ക് പറ്റിയ ഒരു റേഡിയോ ഓപ്പറേറ്റർക്ക് പറ്റുന്ന ഒരു അബദ്ധമാകാം. കാരണം കെയും സിയും ഏകദേശം അടുത്ത് വരുന്ന രീതിയിലുള്ള മോഴ്സ് കോഡാണ്. അതുപോലെ തന്നെയാണ് എന്നും ബിയും. പെട്ടെന്ന് വാനിയർ പറഞ്ഞു, ശരിയാണ് സാർ, കെറി ഡാൻസർ, 1922 മോഡൽ കാർഗോ ഷിപ്പ്, 540 ടൺ കപ്പാസിറ്റി. പെട്ടെന്ന് ക്യാപ്റ്റൻ ഫൈൻഹോൺ പറഞ്ഞു, ആ എനിക്കറിയാം, ആ ഷിപ്പ് ഒരു ചെറിയ ഷിപ്പാണ്, അത് ഇപ്പോഴും ഓടുന്നുണ്ടോ, അതാണ് അത്ഭുതം. അത്രയും ദയനീയമാണ് അതിൻ്റെ അവസ്ഥ. ഒരു ചൈനീസ് അറബ് കമ്പനിയാണ് അതിൻ്റെ ഓണർ, സുലൈമിയ എന്നാണ് ആ കമ്പനിയുടെ പേര്. അത്തരം 2 ഷിപ്പുകളുമായിട്ടാണ് ആ കമ്പനി തുടങ്ങിയത്. വലിയ ലാഭമൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതോടെ അവർ നിയമപരമായ ബിസിനസ്സുകളൊക്കെ നിർത്തി. പിന്നെ മയക്കുമരുന്ന്, സ്വർണം, ഡയമണ്ട്, അത്തരം പല കാര്യങ്ങളുടെയും കള്ളക്കടത്ത് ആരംഭിച്ചു. ആ രീതിയിലുള്ള ഒരു ഷിപ്പാണത്. എന്തായാലും അതിനെ രക്ഷിക്കാൻ വേണ്ടി നമ്മളങ്ങനെ പോകേണ്ട കാര്യമില്ല. പെട്ടെന്ന് ക്വാർട്ടർ മാസ്റ്റർ ഇവാൻസ് വീൽ ഹൗസിന് പുറത്തേക്ക് ഇറങ്ങി വന്നു, സാർ എനിക്കിപ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നു. ക്യാപ്റ്റൻ അദ്ദേഹത്തെ ഒന്ന് നോക്കി, നമ്മൾ ഇന്നലെ രാത്രി കലാങ്ക് റിവറിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബോസൻ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു. അദ്ദേഹം കെറി ഡാൻസർ എന്നുള്ള ഒരു ചെറിയ ഷിപ്പ് കലാങ്ക് റിവറിൽ കണ്ടതായിട്ട്. പക്ഷേ ആ ഷിപ്പിൽ ഒരുപാട് ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് ബോസൻ പറഞ്ഞത്. ബ്രിട്ടീഷ് മിലിറ്ററി ഓഫീസേഴ്സോ? ഈ ചൈനീസ് കള്ളക്കടത്ത് കപ്പലിലോ? ശരി, ബോസനെ വിളിക്ക്. ഈ ബോസൻ എന്ന് പറയുന്നത് കപ്പലിലെ ഒരു പോസ്റ്റാണ്. ഇന്നത്തെ കാലത്ത് ഫോർമാൻ എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ്. ഏതാനും നിമിഷങ്ങൾക്കകം മെക്കിന്നോൺ എന്ന ആ ബോസൻ പോസ്റ്റിലിരിക്കുന്ന ആളവിടെ എത്തി. ക്യാപ്റ്റനെ നോക്കി പറഞ്ഞു, സാറ് വിളിച്ചായിരുന്നോ? ആ, താൻ ഇന്നലെ രാത്രി കെറി ഡാൻസർ എന്നൊരു ഷിപ്പിനെ കലാങ്ക് റിവറിൽ കണ്ടിരുന്നു സാർ. വാസ്തവത്തിൽ അതിൻ്റെ ബോട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന കുറച്ച് പട്ടാളക്കാരെയാണ് ഞാൻ ആദ്യം കണ്ടത് കലാങ്ക് റിവറിൻ്റെ തീരത്ത്. സാറ് വന്ന് നമ്മുടെ ബോട്ടിൽ കയറുന്ന സമയത്ത് അവരോടുണ്ടായിരുന്നു. ക്യാപ്റ്റൻ കുറച്ചു നേരം ആലോചിച്ചു. അദ്ദേഹത്തിന് അത്തരം ഒരു സംഭവം ഓർമ്മ വരുന്നില്ല. എൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം അദ്ദേഹം മറ്റ് പല ചിന്തകളിലുമായിരുന്നു. കത്തിയെരിയുന്ന സിംഗപ്പൂർ സിറ്റിയിലൂടെയാണ് അദ്ദേഹം അവിടെ എത്തിയത്. മാത്രമല്ല, ഈ ബീറോമ എന്ന ഷിപ്പ്, അതിലുള്ള പെട്രോളും ഡീസലും എല്ലാം കയറ്റിയ ആ റിഫൈനറി എല്ലാം ജാപ്പനീസ് ബോംബിങ്ങിൽ അതിനകം തകർന്നു കഴിഞ്ഞിരുന്നു. അത്തരം പല ചിന്തകളിലും വന്ന ക്യാപ്റ്റൻ അവിടെ നിൽക്കുന്ന കോർപ്പറൽ ഫ്രൈസറെയും സംഘത്തെയും ശ്രദ്ധിച്ചില്ല. ഇവർ സംസാരിക്കുന്നതിനിടയിൽ ആ ടാങ്കർ ഷിപ്പ് മെല്ലെ വലത്തോട്ട് തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച്. കാരണം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പാടില്ല. അദ്ദേഹം ക്യാപ്റ്റൻ്റെ കൂടെ നിൽക്കുകയാണ്. ക്യാപ്റ്റൻ നിക്കോൾസനെ നോക്കി, അല്ല ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും ദൂരം തിരിച്ച് അവിടെ എത്തുമ്പോഴേക്കും ആ കപ്പൽ മൊത്തം മുങ്ങിയാലോ? അതല്ലെങ്കിൽ സംഭവിക്കാവുന്ന വേറൊരു ചാൻസ് ഉണ്ട്. കപ്പൽ മുങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ബോട്ടിൽ ആൾക്കാർ രക്ഷപ്പെടാം.
രക്ഷപ്പെട്ട മിക്കവാറും അധികം ദൂരമൊന്നും പോവില്ല. അതിനു മുമ്പ് തന്നെ ഇന്തോനേഷ്യൻ ദ്വീപസമൂഹത്തിലെ ഏതെങ്കിലുമൊക്കെ ചെറിയ ഐലൻഡ്സിൽ അവർ ചെന്ന് കയറും. അത്ര ആൾപ്പാർപ്പില്ലാത്ത 100 കണക്കിന് ഐലൻഡ്സ് അവിടെ ഉണ്ട്. അതിലിപ്പോൾ ഏതിലാന്ന് വെച്ചാൽ നമ്മൾ പോയി തിരയുക. അതുകൊണ്ട് ഇത് നമ്മൾ വിട്ടുകളയാം. മെക്കിൻഡോൺ പറഞ്ഞു, പക്ഷേ സാർ, ഞാൻ ആ കോർപ്പറേറ്റോട് സംസാരിച്ചെന്ന് എനിക്ക് മനസ്സിലായ കാര്യം, ഓൾറെഡി കുറച്ച് ആൾക്കാർ ആ ഷിപ്പിലേക്ക് പോയിട്ടുണ്ട്. അതിൽ കുറച്ച് റെഡ് ക്രോസിന്റെ നഴ്സുമാരും അതുകൂടാതെ മറ്റു ചില ബ്രിട്ടീഷ് പട്ടാളക്കാരും കൂടി ഉണ്ട്. അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ക്യാപ്റ്റൻ നിൽക്കുന്ന സമയത്താണ് നിക്കോൾസൺ ഒന്ന് ചുറ്റും നോക്കി. അദ്ദേഹം മനസ്സിലാക്കി കപ്പല് കുറച്ച് ദിശ മാറിയാണ് പോകുന്നത്. പെട്ടെന്ന് നിക്കോൾസൺ പറഞ്ഞു, സാർ, ഇപ്പോൾ ഒരു 12 ഡിഗ്രി കൂടുതൽ ഈ കപ്പല് തിരിഞ്ഞു കഴിഞ്ഞു. ഒരു 130 ഡിഗ്രിയും കൂടി തിരിഞ്ഞാൽ ആ കറി ഡാൻസറുടെ ഭാഗത്തേക്ക് പോവാം. വാസ്തവത്തിൽ ക്യാപ്റ്റൻ ഒരു തീരുമാനം എടുക്കാൻ പറ്റിയ ഒരു വാചകമായിരുന്നു അത്. അദ്ദേഹം നിക്കോൾസന്റെ ഷോൾഡറിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞു, താങ്ക് യു നിക്കോൾസൺ. ബാനിയറെ നോക്കി നിക്കോൾസൺ പറഞ്ഞു, ലൊക്കേഷൻ മനസ്സിലായില്ലേ? ക്വാർട്ടർ മാസ്റ്റർക്ക് അതിനനുസരിച്ചുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക. അങ്ങനെ ആ ഓയിൽ ടാങ്കർ ഷിപ്പ് വന്ന വഴിയെ തിരിച്ച് റയോ ചാനൽ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. അവർ നേരത്തെ മനസ്സിലാക്കിയിരുന്ന പോലെ അധികം വേഗം തന്നെ അതിശക്തമായ കൊടുങ്കാറ്റും പേമാരിയും ആരംഭിച്ചു. കടല് പ്രക്ഷുബ്ധമാണ്, ആടിയുലഞ്ഞാണ് ആ കപ്പലിന്റെ യാത്ര. ഒരു സാധാരണ കപ്പലാണെങ്കിൽ മുങ്ങും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രയും ശക്തമായ കാറ്റും അത്രയും പ്രക്ഷുബ്ധമായ കടലുമാണ്. അതൊന്നും ബീറാമെ ബാധിക്കില്ല. കാരണം അതിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിട്ടുള്ള ഓയിൽ ടാങ്കിൽ 12,000 ടൺ 10,400 ടൺ ഡീസലും 1,600 ടൺ പെട്രോളും. ആ അടിത്തട്ടിലുള്ള അത്രയും വെയിറ്റ് കാരണം ആ ടാങ്കർ ഷിപ്പിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഒരിക്കലും ആ കപ്പൽ മറിയില്ല എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. ആ കപ്പലിന്റെ അപ്പർ ഡെക്കിൽ തന്നെ ഒരു റെയിൻ കോട്ടും ധരിച്ച് നിൽക്കുകയാണ് ക്യാപ്റ്റൻ ഫൈൻഹോൺ. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അദ്ദേഹം ഗാഠമായ ചിന്തയിലാണ്. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഇനി ചിന്തിക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ് സത്യം. 33 വർഷത്തെ കപ്പൽ ജീവിതത്തിന് ശേഷം 2 വർഷവും കൂടി കഴിഞ്ഞാൽ അദ്ദേഹം റിട്ടയർ ആവാനിരിക്കുകയാണ്. മാന്യമായ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സും അതുപോലെ പെൻഷനും അദ്ദേഹത്തെയും കാത്തിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുമെന്ന് മാത്രം അദ്ദേഹത്തിന് ഒരു പിടിയില്ല. കാരണം അദ്ദേഹത്തിന് ആരുമില്ല. അദ്ദേഹത്തിന്റെ 2 ആൺമക്കൾ അവരെപ്പോഴും കടലിൽ ജോലിക്ക് പോകുന്നത് മണ്ടത്തരമാണ് എന്ന് വിശ്വസിച്ചിരുന്ന മക്കളായിരുന്നു. അതുകൊണ്ട് 2 പേരും ബ്രിട്ടീഷ് റോയൽ എയർഫോഴ്സിൽ പൈലറ്റുകളായിട്ട് ജോയിൻ ചെയ്തു. അടുത്ത കാലത്തായിട്ടുള്ള ജാപ്പനീസ് ആക്രമണങ്ങളിൽ അവർ 2 പേരും മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യ 2ാമത്തെ മകന് ജന്മം നൽകി അധികം വൈകാതെ അന്തരിച്ചു. പരിശോധിച്ച ഡോക്ടർ പറഞ്ഞു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. ആ കപ്പലിലെ സ്റ്റാഫിനെ, പ്രത്യേകിച്ച് നിക്കോൾസൺ, അദ്ദേഹം തൊട്ടപ്പുറത്ത് നിൽക്കുന്ന നിക്കോൾസനെ നോക്കി. നിക്കോൾസൺ വളരെ അക്ഷോഭ്യനായിട്ടാണ് നിൽക്കുന്നത്. സാധാരണയിൽ ആരും ചെയ്യുന്ന പോലെ ആ പേമാരിയും കൊടുങ്കാറ്റും വരുമ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയ്ക്ക് ഫ്രണ്ടിലേക്കൊന്ന് വളഞ്ഞു നിൽക്കും, അല്ലെങ്കിൽ അതിന് തിരിഞ്ഞു നിൽക്കും. നിക്കോൾസൺ അങ്ങനെയൊന്നുമല്ല, നല്ല നിവർന്ന് തന്നെ നിൽക്കുകയാണ് ആ പേമാരിയും കൊടുങ്കാറ്റും ഫേസ് ചെയ്തുകൊണ്ട്. എന്ന് മാത്രമല്ല, നിക്കോൾസനെ കുറിച്ച് പലപ്പോഴും ക്യാപ്റ്റന് തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നിക്കോൾസൺ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതിനുള്ള പ്രധാന കാരണം നിക്കോൾസൺ കൂടെയുള്ള സ്റ്റാഫിനോടൊക്കെ വളരെ സ്നേഹവും കരുണയും കാണിക്കുന്ന ഒരു വ്യക്തിയാണ്. ആരോടും ദേഷ്യപ്പെടാറില്ല. പക്ഷെ ചില സമയത്ത് ആ സ്വഭാവം കൊണ്ട് മാറും. ആ കപ്പലിന് എന്തെങ്കിലും ഒരു ആപത്ത് വരുന്ന ഒരു സമയം വന്നാൽ, പ്രത്യേകിച്ച് കടൽ കൊള്ളക്കാരുടെയൊക്കെ ആക്രമണങ്ങൾ, ആ സമയത്ത് മറ്റൊരു നിക്കോൾസനെയാണ് കാണുക. അദ്ദേഹം ഒരു ഷാർപ്പ് ഷൂട്ടറാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു ആക്രമണവും ആ കപ്പലിനെ ഇന്നേ വരെ ബാധിച്ചിട്ടില്ല. ക്യാപ്റ്റൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നിക്കോൾസനെ പോലെ ഒരു ചീഫ് ഓഫീസർ ഉണ്ടെങ്കിൽ ഏതൊരു ക്യാപ്റ്റനും ശാന്തമായിട്ട് കപ്പലിലിരിക്കാം. പക്ഷെ അധികകാലം ഇനി അങ്ങനത്തെ ക്യാപ്റ്റൻ ഇരിക്കേണ്ടി വരില്ല. കാരണം ക്യാപ്റ്റൻ ഫൈൻഹോൺ റിട്ടയർ ആവുന്ന സമയത്ത് നിക്കോൾസനാണ് ഇനി അടുത്ത ക്യാപ്റ്റൻ. മറ്റൊരു സാമ്യവും അവർ തമ്മിലുണ്ട്. നിക്കോൾസനും ആരുമില്ല. വിവാഹം കഴിഞ്ഞ് ഏതാനും ആഴ്ചകൾക്കകം അദ്ദേഹത്തിന്റെ വൈഫ് ഒരു കാർ ആക്സിഡന്റിൽ കൊല്ലപ്പെട്ടു. ക്യാപ്റ്റൻ നിക്കോൾസൺ എന്ന് വിളിച്ചു, നിക്കോൾസൺ. പക്ഷെ നിക്കോൾസൺ അത് കേട്ടില്ല. കേൾക്കാത്തത് പറഞ്ഞം കൊണ്ടല്ല, അത്ര ശക്തമായ പേമാരിയും കൊടുങ്കാറ്റും ആയതുകൊണ്ട് മനുഷ്യന്റെ ശബ്ദം അവിടെ പ്രസക്തമാവുന്നേ ഇല്ല. ക്യാപ്റ്റൻ നിക്കോൾസന്റെ തോളത്തൊന്ന് തട്ടി. നിക്കോൾസൺ തിരിഞ്ഞു നോക്കി. ക്യാപ്റ്റൻ കൈ കാണിച്ചു. രണ്ടാളുടെ വീൽ ഹൗസിന്റെ അകത്തേക്ക് കയറി റെയിൻകോട്ടൊക്കെ അഴിച്ചു വെച്ചു. വീൽ ഹൗസിന്റെ ആ ഡ്രൈ ആൻഡ് വാം അറ്റ്മോസ്ഫിയറിൽ ഒന്നുകൊണ്ട് ക്യാപ്റ്റൻ പറഞ്ഞു, റയോ ചാനലിലെത്തി, ഇതുവരെ ഒരു ട്രേസും ഇല്ല, ഇനി തിരിച്ചു പോവല്ലേ. നിക്കോൾസൺ മനസ്സിൽ ചില കണക്കൂട്ടിലൊക്കെ നടത്തിക്കൊണ്ട് പറഞ്ഞു, സർ, റയോ ചാനലിൽ നിന്നാണ് മെസ്സേജ് വന്നത്. പക്ഷേ ഈ ശക്തമായ കാറ്റും മഴയുള്ളപ്പോൾ ആ കൺട്രോളില്ലാത്ത കപ്പൽ റയോ ചാനലിൽ തന്നെ ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. അദ്ദേഹം ചില കാൽക്കുലേഷൻസ് നടത്തിയതിനു ശേഷം ക്വാർട്ടർ മാസ്റ്റർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അതിനനുസരിച്ച് ആ കപ്പൽ അല്പം ഡൈവേർട്ട് ചെയ്ത് യാത്ര തുടർന്നു. വീണ്ടും ക്യാപ്റ്റൻ പറഞ്ഞു, മദർലൈന് നേരെ ഇരുട്ടി വരികയാണ്, ഇരുട്ടി കഴിഞ്ഞാൽ നമുക്ക് ഇത് കണ്ടെത്താനേ പറ്റില്ല. നിക്കോൾസൺ പറഞ്ഞു, എന്തായാലും ഇത്രയും ദൂരം വന്നില്ലേ, കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ശ്രമിക്കാം. അദ്ദേഹം ക്വാർട്ടർ മാസ്റ്റർക്ക് നിർദ്ദേശം കൊടുത്തു. സെർച്ച് ലൈറ്റുകളെല്ലാം ഓൺ ചെയ്തിടണം. ക്യാപ്റ്റൻ വീണ്ടും ചോദിച്ചു, നമ്മുടെ ജപ്പാൻ സഹോദരന്മാരാരെങ്കിലും കാണുമോ? ഈ ശക്തമായ മഴയിൽ
ഒരു 50 മീറ്റർ കൂടുതൽ ദൂരത്തേക്ക് ഈ ലൈറ്റ് വിസിബിൾ ആവില്ല. അതുകൊണ്ട് അത് പേടിക്കേണ്ട കാര്യമില്ല. ക്യാപ്റ്റൻ തുറന്നു. പക്ഷെ നമുക്കിങ്ങനെ അനന്തമായി പോകാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം, ഇനി കൃത്യം 2 മണിക്കൂർ കൂടി നമുക്ക് ശ്രമിക്കാം. പറ്റിയില്ലെങ്കിൽ നമുക്ക് തിരിച്ച് എത്രയും പെട്ടെന്ന് കാര്യമാറ്റ സ്ട്രൈറ്റ് എത്താൻ ശ്രമിക്കാം. അദ്ദേഹം വാച്ച് നോക്കി. ഇപ്പോൾ വൈകുന്നേരം 6:25, രാത്രി 8:30 നമ്മുടെ ഡെഡ് എൻഡ്. അവിടെ നിന്ന് നമ്മൾ ഷിപ്പ് തിരിക്കുന്നു. ക്യാപ്റ്റൻ്റെ ഡെഡ് എൻഡ് 8:30 ആയിരുന്നു. 8:27 ബി റോമ കെറി ഡാൻസർ എന്ന ആ ചരക്ക് കപ്പലിനെ കണ്ടുമുട്ടി. ഭാഗ്യത്തിന്റെ അങ്ങേയറ്റത്തെ ഭാഗ്യം എന്നേ ആ കാര്യത്തിൽ പറയാനുള്ളൂ. കാരണം ആ സമയമാകുമ്പോഴേക്കും മഴ ശമിച്ചു. മഴ ശമിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും കാണാത്ത അത്രയും ഈ കപ്പലിന്റെ ഇടതുവശത്തായിരുന്നു ആ സമയത്ത് കെറി ഡാൻസറുടെ സ്ഥാനം. ഇനി അങ്ങനെ ആണെങ്കിൽ പോലും അത് കാണില്ലായിരുന്നു, അതേ സമയത്ത് അവിടെ ശക്തമായ ഒരു മിന്നൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ. ഏതായാലും അത് കണ്ടു. അധികം വൈകാതെ അതിനടുത്തേക്ക് ബി റോമ എന്ന ആ ഓയിൽ ടാങ്കർ ഷിപ്പ് എടുത്തു. കെറി ഡാൻസർ എന്നുള്ള ആ കപ്പലിന്റെ കിടപ്പ് വല്ലാത്തൊരു കിടപ്പായിരുന്നു. അല്പനേരം നോക്കിയപ്പോൾ ക്യാപ്റ്റനും നിക്കോൾസനും ഒരു കാര്യം മനസ്സിലായി. അതിന്റെ വലതുവശത്ത് ഏതോ ഒരു ക്യാബിനിൽ വെള്ളം കയറിയിട്ടുണ്ട്. മിക്കവാറും ജാപ്പനീസ് അറ്റാക്കിൽ ആ ക്യാബിന്റെ ഏകദേശം അടിവശത്തായിട്ട് ഒരു ഹോൾ കൊണ്ടുണ്ടാവും. പക്ഷെ അത്തരം ഒരു ഹോളേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കപ്പൽ മുഴുവൻ വെള്ളം കയറിയിട്ടില്ല, കപ്പൽ മുങ്ങിയിട്ടില്ല. വലതുവശത്ത് വെള്ളം കയറിയോണ്ട് തന്നെ ആ കപ്പൽ വലതുവശത്തോട്ട് ചരിഞ്ഞാണ് കടലിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇടതുവശത്തെ ക്യാബിനുകളെല്ലാം പൊങ്ങിക്കിടക്കുന്നു. എന്ന് മാത്രമല്ല, അതിന്റെ മരം കൊണ്ടുള്ള മിക്കവാറും ഭാഗങ്ങളെല്ലാം കത്തി തീർന്നിരിക്കുന്നു. വാസ്തവത്തിൽ ആ മഴ പെയ്തില്ലായിരുന്നെങ്കിൽ കെറി ഡാൻസർ മുഴുവനായിട്ട് കത്തി തീർന്നേനെ. ഒന്ന് നോക്കിയതിന് ശേഷം ക്യാപ്റ്റൻ പറഞ്ഞു, ശരി മടങ്ങാം. നിക്കോൾസൺ ചോദിച്ചു, മടങ്ങ്? ഇതുവരെ വന്നിട്ടോ? കണ്ടറിഞ്ഞൂടെ, ഇനി അതിൻ്റെ അകത്ത് ഒന്നും ബാക്കിയില്ല. ഇത്രയും നേരം കടലിൽ ഈ ഒരവസ്ഥയിൽ നിൽക്കുന്ന കപ്പലിന് ഇനി എന്തുണ്ടാവാൻ? അങ്ങനെ പറയാൻ പറ്റില്ല സാർ. ആ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തുള്ള ഏതെങ്കിലും ക്യാബിനിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഈ ലൈറ്റ് കാണുമ്പോൾ അവർ നമുക്കൊരു സിഗ്നൽ തരും. തന്നിട്ടില്ലല്ലോ എന്നും പൂർണ്ണമായിട്ട് പറയാൻ പറ്റില്ല സാർ. കാരണം നമ്മുടെ ബോസൻ പറഞ്ഞതിനനുസരിച്ച് അതിൽ പരിക്കേറ്റ ഒരുപാട് പട്ടാളക്കാരുണ്ട്. അത്തരം ചില ആൾക്കാരിന് ജീവനോടെ ബാക്കിയുണ്ടെങ്കിലോ അവർക്കൊരിക്കലും സിഗ്നൽ തരാൻ പറ്റില്ല. എന്നും വെച്ചാൽ അവർ ജീവനോടെ ഉണ്ടല്ലോ. വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ നിക്കോൾസൺ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ആ കപ്പലിലേക്ക് ഒരു റോക്കറ്റ് അയച്ചു നോക്കാം. ആ റോക്കറ്റിന്റെ വെളിച്ചം കാണുമ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു റിയാക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ആ കപ്പലിലേക്ക് ഒരു റോക്കറ്റ് അയച്ചു. യാതൊരു റിയാക്ഷനും ഇല്ല. വീണ്ടും ക്യാപ്റ്റൻ പറഞ്ഞു, ഇനി മടങ്ങിയല്ലേ? നിക്കോൾസൺ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു, ഒരു ബോട്ട് ഇറക്കാനുള്ള പെർമിഷൻ തരൂ സർ. ബോട്ട് ഇറക്ക്? എന്തിന്? ഏതായാലും ഇതുവരെ വന്നില്ലേ, ഒന്നതിൽ കയറി പരിശോധിച്ച് നോക്കാം. ഞാനും ബോസനും വാനിയറും പിന്നെ ഒരു 3 സ്റ്റാഫും മതി, കൂടുതലാരും വേണ്ട. ആ സമയത്തായിരുന്നു ക്യാപ്റ്റൻ പെട്ടെന്ന് ആ ഓയിൽ ടാങ്കർ ഷിപ്പിന്റെ ഹാൻഡ് റെയിലിൽ ഒന്ന് മുറുക്കി പിടിച്ചു. അതൊരു അത്ഭുതകരമായ കാഴ്ച കണ്ടുകൊണ്ടായിരുന്നു. ആ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കെറി ഡാൻസർ എന്ന ആ കപ്പലിന്റെ ഇടതുവശത്ത്, അതായത് മുകളിലോട്ട് നിൽക്കുന്ന ഭാഗത്തെ ക്യാബിൽ നിന്ന് ഒരു ചെറിയ വിടവിലൂടെ ഒരു വെളുത്ത് മെരിഞ്ഞ കൈ പുറത്തേക്ക് വരുന്നു. അതൊരു വെളുത്ത ടവൽ വീശി കാണിക്കുന്നു. കപ്പലിന്റെ സെർച്ച് ലൈറ്റിന്റെ വെളിച്ചത്തിൽ എല്ലാവരും അത് കാണുന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ പേപ്പർ പോലെ എന്തോ ഒന്ന് കത്തിച്ച് അതേ കൈ വീണ്ടും പുറത്തേക്ക് നീണ്ടുവന്നു. ക്യാപ്റ്റൻ പെട്ടെന്ന് തിരിഞ്ഞു പറഞ്ഞു, താങ്ക് യു നിക്കോൾസൺ. അവിടെ നിക്കോൾസനെ കാണാൻ കഴിഞ്ഞില്ല. ക്യാപ്റ്റൻ നോക്കുമ്പോൾ കാണുന്നത് ആ ഓയിൽ ടാങ്കർ ഷിപ്പിന്റെ ലൈഫ് ബോട്ട് അൺഹുക്ക് ചെയ്ത് പുറത്തേക്ക് നീക്കുന്ന നിക്കോൾസനായിരുന്നു.